ഇന്ന് മെയ് 3 എൻ്റെ ബർത്ത്ഡേ ആണ്. ഇറ്റ്സ് വെരി സ്പെഷ്യൽ ബിക്കോസ് ഇന്ന് തന്നെയാണ് എൻ്റെ വാപ്പച്ചിൻ്റെയും ബർത്ത്ഡേ. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 12 മണിക്കാണ് കേക്ക് കട്ടിങ്ങൊക്കെ സെലിബ്രേഷനൊക്കെ നടന്നത്. ഇത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഇതെനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം ഞാൻ എന്തായാലും പിറ്റേ ദിവസം ഏതെങ്കിലും ടൈമിലൊക്കെ ആയിരിക്കും കേക്ക് കട്ടിങ് എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ കിടന്നേനെ. ഈ ഒരു ലുക്കിൽ ഞാൻ വരില്ലായിരുന്നു. ജസ്റ്റ് പ്ലീസ് ഇഗ്നോർ. അങ്ങനെ 12 മണിയായപ്പോൾ എന്നെ വിളിച്ചു, എനിക്ക് ചോക്ലേറ്റ് തന്നു. ഹസ്ബൻഡാണ് സർപ്രൈസ് ചെയ്യിപ്പിച്ചത്. പിന്നെ സിസ്റ്റർ ഇൻ ലോ ഉണ്ടായിരുന്നു, ആളുടെ കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും വായിലൊക്കെ വെച്ച് കൊടുത്തു. ഒരാളും കൂടി ഉണ്ട്. ഇത് മെയിനായിട്ട് ഫിദു എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് മെയിനായിട്ട് പ്ലാൻ ചെയ്തത്, കേക്കൊക്കെ പോയി വാങ്ങിച്ചത് ഹസ്ബൻഡൊപ്പം. പക്ഷെ ആൾ എണീറ്റില്ല. ഉറക്കത്തിൽ കുറേ ഞങ്ങൾ വിളിച്ചു, അവൻ എണീച്ചില്ല. അതുകൊണ്ട് പിന്നെ കിടന്നോട്ടെ എന്ന് വിചാരിച്ച്. രാവിലെ ആകുമ്പോൾ അതിൻ്റെ ബഹളമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. എനിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടി. അവളെനിക്ക് കുറച്ച് ചോക്ലേറ്റ്സ് തന്നു. പിന്നെ ഇത്താത്താൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, ചെറിയൊരു സ്മോൾ ഗിഫ്റ്റ്. അതൊരു ഡ്രസ്സായിരുന്നു. ഞാനിപ്പോൾ കറൻ്റ്ലി ഇടുന്ന ഒരു വേ ഓഫ് മോഡലാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലത്തെ ഒരു ഡ്രസ്സാണ് വാങ്ങിച്ചത്. എനിക്ക് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചെറുപ്പ ടൈമിൽ നമ്മൾ അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നമുക്ക് കിട്ടാണ്ടിരുന്ന ഒരു ഇതാക്കിയായിരുന്നു. എല്ലാവരും സർപ്രൈസ് ചെയ്യാറുണ്ട്, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുമ്പോൾ ഞാനും വിചാരിക്കും എൻ്റെ ബർത്ത്ഡേക്കൊക്കെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഗിഫ്റ്റൊക്കെ എനിക്ക് അത്ര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് എനിക്ക് ക്ഷണിക്കാണ്ട് വന്നൊരു ഇതായിരുന്നു വയറുവേദന. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കിടക്കണമായിരുന്നു. അതിന് ഉച്ചയായപ്പോഴായിരുന്നു അടുത്ത സെലിബ്രേഷൻ. അതായത് ഈ പൊട്ടിക്കൽ, സ്പ്രേ അടിക്കൽ, അങ്ങനത്തെ കാര്യങ്ങൾ. മറ്റേ സാധനം പിന്നെ എത്ര ട്രൈ ചെയ്തിട്ടും പൊട്ടണില്ല. ലാസ്റ്റ് അവർ സ്പ്രേയിൽ അങ്ങോട്ട് ഒതുക്കി. ഹസ്ബൻഡാണെങ്കിലും കുറേ നോക്കി അത് പൊട്ടിക്കാൻ വേണ്ടി, പക്ഷെ അതാവുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ അത് ഇങ്ങനെ കുടഞ്ഞിട്ടിട്ടൊക്കെയാണ് അത് ഇതായത്. ഈ ഒരു കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഈ ഒരു സ്പ്രേയും ഈ പൊട്ടിക്കൽ കാര്യങ്ങൾ ഇതൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ വയറുവേദന വന്നപ്പോൾ ആ ഒരു ഇത് മാത്രമാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ഞാൻ റെഡിയായി. ഞാൻ ഇന്ന് പാർലറിൽ പോകാൻ വേണ്ടി ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആ ടൈമിലൊക്കെ പോകാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ കുറച്ച് നമ്മൾ പെയിൻ ആണെന്നൊക്കെ വിചാരിച്ച് അടങ്ങിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ അങ്ങനെ റെഡിയായി. ഇത് ഞങ്ങളുടെ അഗ്ഗു ബേബിയാണ്. അവൻ ഞങ്ങൾക്ക് ബർത്ത്ഡേ പാട്ടൊക്കെ പാടി. എനിക്ക് തരാൻ വേണ്ടിയാണ് മിഠായി കയ്യിൽ വെച്ചിരിക്കുന്നത്. പക്ഷെ അവൻ എനിക്ക് തന്നില്ല. തരും എന്ന് പറഞ്ഞ് കാണിച്ചു, എന്നിട്ട് അവൻ തന്നെ കയ്യിലെടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളിതാ പാർലറിലേക്ക് പോവാണ്. ശരിക്കും പോസ്റ്റ് ഹസ്ബൻഡാണ്. ഞാൻ അവിടെ ഇരുന്ന് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് അവിടെ പുറത്ത് പോസ്റ്റാണ്. അങ്ങനെ ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ്റ്, ഒരു ഹെയർ സ്പാ പ്ലസ് കട്ടിങ്ങാണ് ഞാൻ ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്തു. ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ വ്ളോഗ്. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. അടുത്ത വ്ളോഗായിട്ട് വരുന്നവരെ ബൈ.